ന്യൂനപക്ഷ സമുദായങ്ങളെ താലോലിച്ചും CPM-നെ വീണ്ടും കടന്നാക്രമിച്ചും PV അൻവർ MLA. ഭൂരിപക്ഷ പ്രീണനമാണ് CPM ലക്ഷ്യമിടുന്നതെന്ന് അൻവർ. ഇത് ന്യൂനപക്ഷ സമുദായത്തെ എതിരാക്കും. അമിത മുസ്ലിം പ്രീണനം എന്നത് CPM-ന്റെ തെറ്റിദ്ധാരണയെന്നും അൻവർ. അതേസമയം PV അൻവറിന്റെ പിന്നിൽ SDPI ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള മതമൗലികവാദ സംഘടനകളെന്ന് CPM നിലമ്പൂർ ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. CPM-ന്റെ ന്യൂനപക്ഷ പ്രീണനത്തിൽ തൃപ്തനാകാതെ PV അൻവർ MLA ന്യൂനപക്ഷ സമുദായത്തെ അവഗണിച്ച് ഭൂരിപക്ഷ സമുദായത്തെ ചേർത്ത് നിർത്താനുള്ള ശ്രമമാണ് CPM നടത്തുന്നതെന്ന് MLA. ഇത് ന്യൂനപക്ഷങ്ങളെ എതിരാക്കും. നേതൃത്വത്തിന്റെ വലിയൊരു പരാജയം എന്ന് പറയുന്നത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നേതൃത്വം വിലയിരുത്തി വന്നിരിക്കുന്നത് അമിതമായ മുസ്ലിം പ്രീണനം കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ വലിയൊരു പരാജയമുണ്ടായി എന്ന ഒരു കണ്ടെത്തലാണ് പാർട്ടിയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് വന്നിട്ടുള്ളത്. അത് തീർത്തും തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അങ്ങനെ ഒരു ചർച്ച ഈ സംസ്ഥാനത്ത് നടന്നതായിട്ട് നമ്മളാരും കണ്ടിട്ടില്ല. ഇവിടെ യഥാർത്ഥ വിഷയം യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റിനെ ഈ രീതിയിൽ പരാജയപ്പെടുത്തിയത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ പോലീസിംഗ് തന്നെയാണ്. അതേസമയം PV അൻവർ MLAക്ക് പിന്നിൽ മതമൗലികവാദ സംഘടനകളെന്ന് ആവർത്തിച്ച് CPM. നിലമ്പൂരിൽ MLA നടത്തിയ പൊതുയോഗം വിജയിപ്പിച്ചത് SDPI ജമാഅത്തെ ഇസ്ലാമി സംഘടനകളിലെ മുൻനിരക്കാർ. സ്വാഭാവികമായും മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഒരു പന്തം കണക്കെ ആഞ്ഞടിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം പൊതുസമ്മേളനം വിളിച്ചു ചേർത്തത്. എന്നാൽ ഒരു നനഞ്ഞ പടക്കമായി പോയി എന്നതാണ് അതിൻ്റെ അനുഭവം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു കാര്യങ്ങളും ഉന്നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. മതമൗലികവാദ സംഘടനകളെ കൂട്ടുപിടിച്ച് ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് PV അൻവർ നടത്തുന്നത്. അൻവറിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ഈ മാസം 7-ാം തീയതി CPM നിലമ്പൂരിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിക്കും. ജനം, മലപ്പുറം.